വെൽക്കം ടു മിസ്റ്റർ ഫോക്സ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ GST ഇൻകം ടാക്സ് അപ്ഡേറ്റുകൾ സ്ഥിരമായി വാട്സപ്പ് ബ്രോഡ്കാസ്റ്റായി ലഭിക്കുന്ന സബ്സ്ക്രൈബ് ബ്രോഡ്കാസ്റ്റിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലേക്ക് നിങ്ങളുടെ നെയിം, പ്ലേസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എന്നിവ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ദിസ് ചാനൽ. GST പോർട്ടലിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നൊരു ഫോമാണ് GSTR 1A. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് GSTR 1A ഫോം, എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഈ ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണിത് ഫയൽ ചെയ്യേണ്ടത്, ഫയലിംഗ് കമ്പൽസറി ആണോ, ഫയൽ ചെയ്തില്ലെങ്കിൽ ലേറ്റ് ഫീ വരുന്നുണ്ടോ, എപ്പോഴാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, ഈ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് എന്താണ് GSTR 1A ഫോം, എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഈ ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് GSTR 1ലാണ് ഔട്ട്വേർഡ് സപ്ലൈസ് ഷോ ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് പല മിസ്റ്റേക്സ് ആൻഡ് ഒമിഷൻസ് സംഭവിക്കാറുണ്ട്. GSTR 1ൽ നമ്മൾ കാണിച്ചിട്ടുള്ള അതേ ഡാറ്റയാണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് GSTR 3Bയിലേക്ക് വരാറുള്ളത്. സോ GSTR 1ൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അതുപോലെ തന്നെ GSTR 3Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. GSTR 3Bയിൽ ടാക്സ് പേയ്മെൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ 3Bയിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡാറ്റ കാണിച്ചിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ GSTR 1ൽ ടാക്സ് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3Bയിൽ ആക്ച്വൽ ആയിട്ടുള്ള ടാക്സ് ലയബിലിറ്റി കാണിച്ച് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഈ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ GSTR 1 നെക്സ്റ്റ് മന്തിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫയലിംഗ് പീരീഡിൽ ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴും GSTR 1ഉം 3Bയും തമ്മിൽ ഒരു ഡിഫറൻസ് നിൽക്കുന്നതാണ്. ഈ ഡിഫറൻസിന് നമുക്കറിയാം ഇപ്പോൾ ടാക്സ് കമ്മ്യൂണിക്കേഷനൊക്കെ വരുന്നുണ്ട്, അതിന് റിപ്ലൈ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നിൽക്കണം. GSTR 1 നമ്മൾ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് 11th ആണ്. QRMP സ്കീമിലാണെങ്കിൽ 13th ആണ് വരുന്നത്. 3B നമ്മൾ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് വരുന്നത് 20th ആണ്. QRMPയിലാണെങ്കിൽ 22. QRMPയിൽ പറഞ്ഞത് കേരളയിൽ ഡ്യൂ ഡേറ്റ് ആണ് 22 ആണ് വരുന്നത്. ചില സ്റ്റേറ്റുകളിൽ 24 വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ GSTR 1 ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 3B ഫയൽ ചെയ്യുന്ന ആ പീരീഡിനുള്ളിൽ നമുക്ക് 1ലെ മിസ്റ്റേക്ക് മനസ്സിലായാൽ പോലും കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്തെങ്കിലും ഇൻവോയ്സ് വിട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് മേക്ക് ചെയ്തിട്ടുണ്ട്, ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു ഗ്യാപ്പാണ് GSTR 1A സോൾവ് ചെയ്യുന്നത്. GSTR 1A ഫോം GSTR 1ഉം GSTR 3Bയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. 1 നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയാം. സപ്പോസ് നമ്മൾ 10th GSTR 1 ഫയൽ ചെയ്തു. 3B ഫയൽ ചെയ്യേണ്ടത് 20th മുമ്പായിട്ടാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് ഈ ഗ്യാപ്പിനുള്ളിൽ നമുക്കതിൻ്റെ തെറ്റ് എന്താണെന്ന് മനസ്സിലായി. എന്തെങ്കിലും മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒമിഷൻസ് നടത്തിയിട്ടുണ്ടാവാം. റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻവോയ്സിൽ എമൗണ്ടോ റേറ്റോ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം, എന്തെങ്കിലും ഇൻവോയ്സോ ക്രെഡിറ്റ് നോട്ട്സോ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ GSTR 1 ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഈ കറക്ഷൻസ് ചെയ്യാവുന്നതാണ് GSTR 1A ഫോമിലൂടെ. വിട്ടുപോയിട്ടുള്ള ഇൻവോയ്സസോ ക്രെഡിറ്റ് നോട്ട്സോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി 3Bയിലേക്ക് ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നതാണ്. GSTR 1ലെ ഡാറ്റയും GSTR 1Aയിലെ ഡാറ്റയും കൺസിഡർ ചെയ്തതിന് ശേഷമാണ് GSTR 3Bയിലേക്ക് നമ്മൾ അമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും GSTR 3Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് GSTR 1A ഫോം വർക്ക് ചെയ്യുന്നത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതാരാണ് ഫയൽ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇത് കമ്പൽസറി ആണോ, ലേറ്റ് ഫീ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും. കോമൺ സെൻസ് ആണ്. ഇങ്ങനെ ഒരു കറക്ഷൻ ഇല്ലാത്ത ആളുകൾ GSTR 1A ഫയൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സോ ഇത് കമ്പൽസറി അല്ല, കറക്ഷനുള്ള ആളുകൾ മാത്രം ഫയൽ ചെയ്താൽ മതി. ഇത് ഫയൽ ചെയ്തില്ലെങ്കിലും ലേറ്റ് ഫീ കാര്യങ്ങളൊന്നും തന്നെ വരാനായിട്ട് പോകുന്നില്ല. ഫയൽ ചെയ്യേണ്ട പീരീഡും മനസ്സിലായിട്ടുണ്ടാവും. 1നും 3Bക്ക് ഇടയിലുള്ള പീരീഡിലാണ് നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി എപ്പോഴാണ് ഫയൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ള പീരീഡിൽ ചെറിയൊരു ട്വിസ്റ്റാണ്. നമ്മൾ ആക്ച്വലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്, അതായത് GSTR 1 ഫയൽ ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ്, റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ സ്കീമാണെങ്കിൽ 11th ആണ്. QRMP സ്കീമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 13th ആണ്. സോ നമ്മൾ ഫയൽ ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് വിച്ച് എവർ ഈസ് ലേറ്റർ, ആ ഡേറ്റ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതായത് ഇതിലേത് ഡേറ്റ് ആണോ ലേറ്റർ വരുന്നത് ആ ഡേറ്റ് മുതൽ GSTR 3B ഫയൽ ചെയ്യുന്നത് വരെയുള്ള ആ പീരീഡിലായിരിക്കും
നമുക്ക് GSTR 1A ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ അമെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക, എന്തൊക്കെ കറക്ഷൻസാണ് ചെയ്യാൻ സാധിക്കുക. GST നമ്പർ എഡിറ്റ് ചെയ്യുന്നത്, റിസീപ്പിയൻറ്റിൻ്റെ GST നമ്പർ ചേഞ്ച് ചെയ്യുന്നത് ഒഴികെ ബാക്കി എല്ലാ കറക്ഷൻസും ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു റെസ്ട്രിക്ഷനാണ്. റിസീപ്പിയൻ്റെ GST നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. GSTR 1A ബാക്കി എല്ലാ ചേഞ്ചസും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഓൾറെഡി ഞാൻ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെയിം നോട്ടിഫിക്കേഷനിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫോം GSTR 1A കംപ്ലീറ്റ് ഫോം അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫുള്ളായിട്ട് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. ഫോം GSTR 1 സിമിലർ തന്നെയാണ്. അഡീഷണൽ ആയിട്ടൊന്നും അതിൽ ഡിസ്കസ് ചെയ്യാനില്ല. കണ്ടീഷൻസാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓൾറെഡി എല്ലാ കണ്ടീഷൻസും ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോകാവുന്നതാണ്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ പറയുന്നത്, ഓൾറെഡി നമ്മൾ GSTR 1 IFFCTയിലും ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് അമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അഡീഷണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനോ, വിട്ടുപോയിട്ടുള്ള അഡീഷണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനോ ഈ ഫോം യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്ഷണൽ ഫോമാണ്. ലേറ്റ് ഫീ ഒന്നും തന്നെ വരുന്നില്ല. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഗ്യാപ്പ് പീരീഡിനുള്ളിൽ മിസ്റ്റേക്ക് നോട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ കറക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 3B കൂടി ഫയൽ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ മിസ്റ്റേക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നെക്സ്റ്റ് മന്തിൻ്റെ GSTR 1 വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കോമൺ സെൻസ് ആണ്. GSTR 1 3Bയുടെ ഗ്യാപ്പിനുള്ളിൽ നമുക്കിത് മനസ്സിലാവുകയാണെങ്കിലാണ് ഇങ്ങനൊരു ഫോം യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ വരുന്നുള്ളൂ. ഇനി സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഒന്ന് നോക്കാം. ദ ഫോം വിൽ ബി അവൈലബിൾ ഓൺ ദ പോർട്ടൽ ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ഫോം GSTR 1 ഓർ ദി ആക്ച്വൽ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഫോം GSTR 1 ഫയൽ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് വിച്ച് എവർ ഈസ് ലേറ്റർ ടിൽ ഫയലിംഗ് ഓഫ് കറസ്പോണ്ടിങ് ഫോം GSTR 3B. അപ്പോൾ 1 ഫയൽ ചെയ്യുന്ന ഡേറ്റോ അല്ലെങ്കിൽ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റോ അതാണ് ഫസ്റ്റ് ഡേറ്റ് വരുന്നത്. അന്ന് മുതലാണ് അത് ആക്റ്റീവ് ആവുന്നത്. ദെൻ 3B ഫയൽ ചെയ്യുന്ന ആക്ച്വൽ ഡേറ്റ് ഇതുവരെയാണ് നമുക്കിത് ഫയൽ ചെയ്യാൻ സാധിക്കുന്നത്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിൻ്റ് തന്നെയാണ്. സോ ഇതേ കണ്ടീഷൻ ക്വാർട്ടർലി ഫയൽ ചെയ്യുന്ന GSTR 1 ആപ്ലിക്കബിൾ ആവുന്നതാണ്. 3 മാസം കൂടുമ്പോഴാണ് നമ്മൾ GSTR 1 ഫയൽ ചെയ്യുന്നത്. സോ ആക്ച്വൽ ഫയലിംഗ് ഡേറ്റോ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റോ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുമുതൽ 3B ഫയൽ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള ആ ഒരു പീരീഡിലാണ് 1A ഫയൽ ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ തേർഡ് വൺ, ദ പർട്ടിക്കുലേഴ്സ് ഡിക്ലെയർഡ് ഇൻ ഫോം GSTR 1A along with particulars declared in form GSTR 1 shall be available in form GSTR 3B. In case of taxpayers opting for filing quarterly returns, the same shall be available in form 3B quarterly return along with particular furnished in form GSTR 1 and IFF of month M1 and M2 if filed. നോർമൽ സ്കീം ഓപ്റ്റ് ചെയ്തവർക്ക് 1 ഫയൽ ചെയ്ത ഡീറ്റെയിൽസും 1A ഫയൽ ചെയ്ത ഡീറ്റെയിൽസും കൺസിഡർ ചെയ്തിട്ടാണ് 3Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത്. 1 ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു, അത് നമ്മൾ കറക്റ്റ് ചെയ്തു 1A യൂസ് ചെയ്തുകൊണ്ട്. സോ ആ കറക്റ്റ് ചെയ്ത ഡീറ്റെയിൽസ് ആയിരിക്കും 3Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി ക്വാർട്ടർലി റിട്ടേൺസ് നമുക്ക് എടുക്കാം. 3 മാസത്തെ ഒരുമിച്ചാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത് 1 2 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് 1 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മന്ത് 1 2 അതുപോലെ തന്നെ GSTR 1 GSTR 1A ഇത് 3 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡാറ്റ കൺസിഡർ ചെയ്തിട്ടായിരിക്കും 3Bയിലേക്ക് ഡാറ്റ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത്. then കറക്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം, അമെൻഡ്മെൻറ്റ് ഓഫ് എ ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ചേഞ്ച് ഓഫ് റിസീപ്പിയൻസ് GSTIN ഷാൽ നോട്ട് ബി അലൗഡ് ഇൻ GSTR 1A. റിസീപ്പിയൻ്റെ GST നമ്പർ മാത്രം ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ബാക്കി എല്ലാ ചേഞ്ചസും അമെൻഡ്മെൻറ്റ്സും ചെയ്യാവുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നമ്മളിങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 1A നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഇൻവോയ്സ് കാണിക്കുകയാണ്. അത് റിസീപ്പിയൻറ്റിന് ITC അവൈലബിൾ ആകുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതിവിടെ ഒരു എക്സാമ്പിൾ ത്രൂ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞില്ലെങ്കിലും സിമ്പിളായിട്ടൊരു സെൻറ്റൻസിലൂടെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇൻ അഡീഷൻ ടു GSTR 2B ഓൾറെഡി ജനറേറ്റഡ്, ദ GSTR 2B ഷാൽ ഓൾസോ കൺസിസ്റ്റ് ഓഫ് ഓൾ സപ്ലൈസ് ഡിക്ലെയർഡ് ബൈ ദ റെസ്പെക്റ്റീവ് സപ്ലൈസ് ഇൻ GSTR 1A. However, supplies declared or amended in form GSTR 1A shall be made available in the next open form GSTR 2B. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻ ദ നെക്സ്റ്റ് ഓപ്പൺ ഫോം GSTR 2B. അതായത് 1A നമ്മൾ കറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ഇൻവോയ്സസ് എല്ലാം തന്നെ നെക്സ്റ്റ് ടാക്സ് പീരീഡിലായിരിക്കും 2Bയിലേക്ക് വരുന്നത്. ജൂലൈയിൽ മിസ്സായിട്ടുള്ളൊരു ഇൻവോയ്സ് GSTR 1 ഫയൽ ചെയ്ത് കഴിഞ്ഞു, അതിൽ ഇൻവോയ്സ് മിസ്സായിട്ടുണ്ട്. ജൂലൈയിൽ തന്നെ 1 ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഇൻവോയ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ജൂലൈയിൽ തന്നെ 2Bയിൽ വരില്ല, ഓഗസ്റ്റിൽ 2Bയിൽ വരുള്ളൂ. ഇതാണ് പറഞ്ഞതിൻ്റെ സിമ്പിൾ മീനിങ്. ഇനി എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം.
A supplier issues 2 invoices, invoice number 1 and 2, in the month of January 2023. Then he furnishes the details of invoice number 1 on 8th February 2023. GSTR 1 ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് മുമ്പാണ്. 11th ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. 11th മുതൽ 3B ഫയൽ ചെയ്യുന്ന ആക്ച്വൽ ഡേറ്റ് വരെ നമുക്ക് 1A ഫയൽ ചെയ്യാം. In form GSTR 1. However, he misses one invoice, invoice number 2, and furnishes the details of the same in GSTR 1A on 15th February 2023. 15th-നാണ് 1A invoice number 2 റിപ്പോർട്ട് ചെയ്യുന്നത്. In this case, invoice number 1 will go to the form GSTR 2B of the recipient for the month of January. Made available on 14th February 2023. ജാനുവരിയിലെ റിട്ടേൺ ആണ്. സോ ജാനുവരിയിലെ ഇൻവോയ്സ് നമ്പർ 1 റിപ്പോർട്ട് ചെയ്തത് GSTR 1-ൽ തന്നെയാണ്. ആ ഇൻവോയ്സ് കറക്റ്റായിട്ട് 14th ജനറേറ്റ് ചെയ്യുന്ന GSTR 2Bയിൽ പോകും. ഇൻവോയ്സ് നമ്പർ 2-ന് എന്ത് സംഭവിക്കും? will be made available. Inform GSTR 2B of the recipient for the month of February, made available on 14th March 2023. ഇത് ഫെബ്രുവരി മന്തിൻ്റെ കൂടെ കയറിപ്പോവും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. സോ 1A കറക്റ്റ് ചെയ്യുന്ന 1A ആഡ് ചെയ്യുന്ന ഒരു ഇൻവോയ്സ് നെക്സ്റ്റ് മന്തിൻ്റെ 2Bയിലായിരിക്കും വരുന്നത്. റിസീപ്പിയൻറ്റിന് ക്രെഡിറ്റ് കിട്ടുമോ എന്നുള്ള ചോദ്യം യെസ് ആണ്, പക്ഷേ നെക്സ്റ്റ് മന്തിലായിരിക്കും കിട്ടുന്നത്. സോ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, സെയിം മന്തിൽ തന്നെ GSTR 2Bയിലേക്ക് ആ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ഈ ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് മന്തിലാണ് റിസീപ്പിയന് ക്രെഡിറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്തിൽ GSTR 1-ൽ ഫയൽ ചെയ്താലും അത് നടക്കുമല്ലോ. അതിനുവേണ്ടി GSTR 1 യൂസ് ചെയ്യണമെന്നില്ല. ബട്ട് GSTR 3Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഡാറ്റ കൂടി കൺസിഡർ ചെയ്യും. 1ഉം 3Bയും തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഇല്ലാതിരിക്കാനായിട്ട് 1A സഹായിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിളും കൂടി ഒന്ന് നോക്കാം, കുറച്ചുകൂടി ക്ലിയർ ആവും. A supplier issues 2 invoices, invoice number 3 and 4 in the month of January 2023. Then he furnishes the details of invoice number 3 on 15th February 2023 in form GSTR 1. 15th-നാണ് GSTR 1 ഫയൽ ചെയ്യുന്നത്. ഓൾറെഡി ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് പോയി. ഈ ഡേറ്റ് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം 2Bയിൽ സെയിം മന്ത് വരില്ല, നെക്സ്റ്റ് മന്തിലേ വരുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അപ്പോൾ he declared invoice number 4 in form GSTR 1A on 16th February 2023. 15th-നാണ് GSTR 1 ഫയൽ ചെയ്തു. അവിടെ ഇൻവോയ്സ് ആൾ മിസ് ചെയ്തിട്ടുണ്ട്, ഇൻവോയ്സ് നമ്പർ 4. 16th-ന് ആൾ ഇൻവോയ്സ് ഫയൽ ചെയ്തു GSTR 1 യൂസ് ചെയ്തുകൊണ്ട്. ഈ കേസിൽ ഈ രണ്ട് ഇൻവോയ്സസും, ഇൻവോയ്സ് നമ്പർ 3ഉം 4ഉം നെക്സ്റ്റ് മന്തിലെ GSTR 2Bയിലേക്ക് ആയിരിക്കും പോകുന്നത്. ഫെബ്രുവരി മന്തിലെ GSTR 2Bയിലേക്ക് ആയിരിക്കും പോകുന്നത്, വിച്ച് ഈസ് മെയ്ഡ് അവൈലബിൾ ഓൺ 14th March 2023. സോ ഇത്രയാണ് GSTR 1യുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇത് പോർട്ടലിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വീണ്ടും ചെയ്യാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ കൂടുതൽ വായിക്കേണ്ടവർക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാവുന്നതാണ്. പേജ് നമ്പർ 67 മുതലാണ് GSTR 1യുടെ കേസസ് പറയുന്നത്. ഇനി ഓരോ ടേബിൾസിൻ്റെയും ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.